أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم منا يصحبون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1039 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 42-43 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ യക്ലഉകും ബില്ലൈലി വന്നഹാർ മിനർ റഹ്മാൻ ബൽ ഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിനാ لا يستطيعون نصر أنفسهم ولا هم منا يصحبون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 42-43 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ നടപടി എന്തുകൊണ്ടുണ്ടാവുന്നില്ല? ഞങ്ങള് ഈ പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് വന്ന ആളുകൾ താക്കീതുകളും മുന്നറിയിപ്പുകളും ഒക്കെ അവഗണിക്കുകയും ആ താക്കീതുകൾക്കും മുന്നറിയിപ്പുകൾക്കും ഒന്നും ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്ത വിധത്തില് ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ താക്കീത് നൽകപ്പെടുന്ന ശിക്ഷാ നടപടി ഉടനെ ഉണ്ടാവാത്തത് എന്ന സത്യനിഷേധികളുടെ ചോദ്യത്തിനുള്ള പ്രതികരണമാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ശിക്ഷ ദൈവികമായ നടപടി ഉണ്ടാകുമ്പോൾ അവരുടെ മുഖങ്ങളെയും അവരുടെ മുതുകുകളെയും നരകത്തീ വന്ന് പൊതിയുന്ന ഘട്ടത്തിൽ അതിനെ തട്ടിമാറ്റാനും അവരെ അതിൽ നിന്ന് സംരക്ഷിക്കുവാനും അവർക്ക് സാധ്യമല്ല. യാതൊരു വിധത്തിലുള്ള സഹായവും അവർക്ക് ലഭിക്കുന്നതുമല്ല എന്നാണ് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം. ആ അന്ത്യസമയം അല്ലെങ്കിൽ ദൈവിക ശിക്ഷയുടെ നടപടി അത് ബഗ്തത്തൻ വളരെ പെട്ടെന്ന് ആകസ്മികമായി അപ്രതീക്ഷിതമായി സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ ഫതബ്ഹതുഹും അതില് നിങ്ങൾ പകച്ചു പോകും. ഫലാ യസ്തതിഊന റദ്ദഹ അവർക്കത് തട്ടിമാറ്റാനോ അതിനെ പ്രതിരോധിക്കാനോ ഒന്നും കഴിയുകയില്ല. വലാഹും യുൻദറൂൻ അവർക്ക് സമയം ദീർഘിപ്പിച്ച് നൽകപ്പെടുന്നതുമല്ല. ദൂതന്മാര് നേരത്തെയും ഇതിനു മുമ്പും നിരന്തരമായി പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവര് ഏതൊരു കാര്യം പറഞ്ഞുകൊണ്ടാണോ ദൈവിക പ്രവാചകന്മാരെ പരിഹസിക്കുകയുണ്ടായത്, ആ കാര്യം തന്നെ അവരുടെ മേൽ വന്ന് പതിക്കുകയോ അത് അവരുടെ മേൽ യാഥാർത്ഥ്യമായി പുലരുകയോ ചെയ്യുകയാണ് പിന്നീട് ഉണ്ടാകുന്നത് എന്ന്
തുടർന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിനോട് സമൂഹം സ്വീകരിച്ച നിലപാടും അവര് നൽകിയ പ്രതികരണമൊക്കെ എന്ത് അനന്തരഫലമാണ്, എന്ത് ആഖിബത്താണ് സൃഷ്ടിച്ചത് എന്നതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള കാര്യം. മനുഷ്യൻ പലപ്പോഴും വളരെ തോട്ട്ലെസ് ആയി, ചിന്താശൂന്യമായ വിധത്തില് പ്രവാചകന്മാരുടെ സന്ദേശത്തോട് പ്രതികരിക്കുന്നു. എന്നിട്ട് ആ താക്കീത് ചെയ്യപ്പെട്ട, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുള്ള ദൈവിക നടപടി അവരുടെ മേൽ വന്ന് പതിക്കുകയും അവരതിന് വിധേയരാവുകയും ചെയ്യേണ്ടി വരുന്നു എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച 42, 43 ആയത്തുകൾ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്, പ്രവാചകരെ അവരോട് ചോദിക്കും, അവരോട് ഇങ്ങനെ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അവരോട് പറയൂ, അവരെ കേൾപ്പിക്കൂ, അല്ലെങ്കിൽ അവരോട് ചോദിക്കൂ. മൻ യഖ്ലഉകും ബില്ലൈലി വന്നഹാർ മിനർ റഹ്മാൻ, കാരുണ്യവാനായ പടച്ചതമ്പുരാന്റെ നടപടി ഉണ്ടാകുമ്പോൾ അത് രാത്രി നേരത്താവട്ടെ പകൽ നേരത്താവട്ടെ ആര് കാത്തു സംരക്ഷിക്കും നിങ്ങളെ? നിങ്ങൾ എന്ത് പ്രതീക്ഷയിലാണ് ഇത് സംബന്ധമായിട്ടുള്ളത്? ഇതാണ് ചോദ്യം. ആര് നിങ്ങളെ കാത്തു സംരക്ഷിക്കും എന്നതാണ് നിങ്ങൾ കരുതുന്നത്? മൻ യഖ്ലഉകും ബില്ലൈലി വന്നഹാർ, രാത്രിയാവട്ടെ പകലാവട്ടെ ഏത് നേരത്താണ് നിങ്ങളെ തേടി ദൈവിക നടപടി ഉണ്ടാവുന്നത് എന്ന് വന്നാലും ആരാണ് നിങ്ങളെ കാത്തു സംരക്ഷിക്കുക? മിനർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിൽ നിന്ന്. ഇവിടെ മിനർ റഹ്മാൻ എന്ന് പ്രയോഗിച്ചതിന് വലിയൊരു പ്രസക്തിയുണ്ട്. അള്ളാഹുവിന്റെ റഹ്മാനീയത്തിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോ നിങ്ങളുടെ ഈ ധിക്കാരവും അനുസരണക്കേടും അതുപോലെ ധാർഷ്ട്യവും ഒക്കെ നിരന്തരം നിങ്ങൾ കാണിക്കുകയുണ്ടായിട്ടും നിങ്ങളുടെ മേൽ ഉടനടി നടപടി ഉണ്ടാവാത്തതും നിങ്ങളുടെ സമയം വെട്ടിക്കുറച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെടാത്തതും ഒക്കെ അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ട് മാത്രമാണ് അതുണ്ടാവാത്തത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പ്രതികരണം, നിങ്ങളുടെ ചെയ്തികള്, നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ കാരണമായിട്ട് ദൈവിക നടപടി ഉടനെ ഉണ്ടാകും എന്നൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതെന്നേ നിങ്ങളുടെ മേല് സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു കാരുണ്യവാനായതുകൊണ്ടാണ് അത് ഉടനടി നടപ്പിലാക്കപ്പെടാതെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയം പൂർത്തിയാകുന്നത് വരെ, നിങ്ങളുടെ അജലെത്തുന്നത് വരെ അങ്ങനെ സംഭവിക്കാതെ ഇരിക്കുന്നത്. ഇനി ദൈവിക നടപടി, കാരുണ്യവാനായ റബ്ബിന്റെ നടപടി തന്നെ അള്ളാഹുവിന്റെ വേറെ പല വിശേഷണങ്ങളും പരാമർശിച്ചുകൊണ്ട് പറയുമ്പോൾ ഒരല്പം കടുപ്പമുള്ളതായിട്ട് മാറും. പക്ഷെ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന വിശേഷണം റഹ്മാൻ, അർ റഹ്മാൻ എന്നതാണ്. അള്ളാഹു എന്നതിന് തന്നെ പകരമായിട്ട് പലയിടത്തും ഖുർആനിൽ ഉപയോഗിക്കുന്ന അതേ പദം. അത് അള്ളാഹുവിന്റെ പ്രകൃതിപരമായി തന്നെയുള്ള ആ നിലപാട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രകൃതം തന്നെ ഈ റഹ്മാനിയത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതാണ് കത്തബ അല നഫ്സിഹിർ റഹ്മ എന്ന് ഖുർആനിൽ സൂചിപ്പിക്കുന്ന കാണാൻ കഴിയും. അവന്റെ പ്രകൃതത്തില് കാരുണ്യം എന്നത് അവൻ എഴുതി ചേർത്തിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നടപടികൾ ആളുകളുടെ ധിക്കാരത്തിനും അനുസരണക്കേടിന്റെ ഒക്കെ ഫലമായിട്ട് ഉടനെ അങ്ങ് സംഭവിക്കുന്നില്ല എന്നത് തന്നെ അള്ളാഹുവിന്റെ ആ കാരുണ്യപ്രകൃതം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവരോടൊന്ന് ചോദിക്കും, മൻ യഖ്ലഉകും ബില്ലൈലി വന്നഹാർ,
ഇത് രാത്രി സംഭവിക്കാം, അല്ലെങ്കിൽ പകലാവാം. രണ്ടായാലും മിനർ റഹ്മാൻ, കാരുണ്യവാനിൽ നിന്ന്, കാരുണ്യവാനായ റബ്ബിന്റെ നടപടിയിൽ നിന്ന് അത് വരുമ്പോ, അത് സംഭവിക്കുന്ന നേരത്ത് ആര് നിങ്ങളെ സംരക്ഷിക്കും? ബൽഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ. എന്നാൽ ഇവര് തങ്ങളുടെ റബ്ബിന്റെ ഉത്ബോധനങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് അവയിൽ നിന്ന് യാതൊരു പ്രയോജനവും നേടാതെ തിരിഞ്ഞു കളയുന്നവരാണ്. അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം പോലും അവരെ തട്ടിയുണർത്തുകയോ അവരിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ബൽഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ. റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ, ഓർമ്മപ്പെടുത്തൽ, ഉത്ബോധനം, അതാണ് പ്രവാചകന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം അവരോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലം ഈ ദിക്ർ റബ്ബാണ്. ഈ ദിക്ർ റബ്ബ് നിർവഹിക്കപ്പെട്ടിട്ട് അവര് അതിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്ന, തിരിഞ്ഞു പോയി കളയുന്ന ഒരു നിലപാടാണ് അവരിപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ആംഗിളിലുള്ള വായനയാണ്. മറ്റൊരു സാധ്യതയുള്ളത്, തങ്ങളുടെ റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന്, തങ്ങളുടെ റബ്ബിന്റെ സ്മരണയിൽ മുഴുകുന്നതിൽ നിന്ന് അവര് അശ്രദ്ധരും മുഖം തിരിച്ചവരുമാണ് എന്നതാണ്. രണ്ടു നിലക്കും ആവാതെ റബ്ബിനെ കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്ന ഉത്ബോധന കാര്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോ പോലും അവര് അതിൽ നിന്ന് മുഖം തിരിച്ചു പോയി കളയുന്നവരായി മാറുന്നു. ഒന്നത്. മറ്റൊന്ന്, റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്. നമസ്കാരം പോലെയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ പല രൂപങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ അദ്കാറുകൾ ചൊല്ലാറുണ്ട്. അള്ളാഹുവിനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും, ഓരോ ചലനങ്ങളിലും, ഓരോ സന്ദർഭത്തിലും സ്മരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോ, ഒരു പ്രയാസം നേരിടേണ്ടി വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് എളുപ്പമായി തീരുമ്പോ ഒക്കെ നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്, അവനോട് കടപ്പാടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ തുടക്കത്തില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആ പ്രക്രിയ അവസാനിപ്പിക്കുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോ, ഉറങ്ങി എണീക്കുമ്പോ, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മനുഷ്യര് സത്യവിശ്വാസ പാത പിൻപറ്റുന്ന ആളുകൾ അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ട്. അവര് മലമൂത്ര വിസർജനത്തിന് പോകുമ്പോഴും വരുമ്പോഴും പോലും ചില ദിക്റുകൾ ചൊല്ലും. അത് അള്ളാഹുവിനെ സ്മരിക്കലാണ്. ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കേണ്ട ചില ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ആളുകള് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിൽ നിന്ന്, ഒരു നിലക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് മുഖം തിരിച്ചു പോകുന്നവരാണ്. മറ്റൊന്ന്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് ശ്രദ്ധ കൊടുക്കാത്ത, അതിനുള്ള പരിഗണനയോ ശ്രദ്ധയോ സമയം നീക്കിവെക്കലോ ചെയ്യാതെ തിരിഞ്ഞു പോയി കളയുന്ന ആളുകളായിട്ടാണ് ഇവര് തുടരുന്നത്. യഥാർത്ഥത്തിൽ എന്ന് വേണമെങ്കിലും, രാവിലായാലും പകലിലായാലും അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവാം. ആ നടപടി ഉണ്ടാവുമ്പോ മയ്യക്ലഉക്കും, ആര് നിങ്ങളെ കാത്തു സംരക്ഷിക്കും എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. ഇവര് ശരണം തേടുന്ന ഇവരുടെ ആലിഹത്തുകൾക്കൊന്നും തന്നെ അവരെ സംരക്ഷിക്കാനോ അവർക്ക് വേണ്ട പിന്തുണ നൽകാനോ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരാനോ ഒന്നും സാധ്യമല്ല. അത് അവരുടെ വ്യാജമായ ആശയങ്ങളോ സങ്കല്പങ്ങളോ ഒക്കെ മാത്രമാണ്. ഈ വ്യാജ ദൈവങ്ങള് അവരുടെ സഹായത്തിന് എത്തുകയില്ല എന്നത് മനസ്സിലാക്കാൻ സ്വന്തം ജീവിത പ്രതിസന്ധിയോ അല്ലെങ്കിൽ സ്വന്തം മരണമോ നേരിടേണ്ടതൊന്നുമില്ല. ഓരോരുത്തർക്കും തങ്ങളുടെ തന്നെ മരണത്തിന്റെ
ഒരു സന്ദർഭം വന്നു ചേരണം എന്ന് കാത്തിരിക്കൊന്നും വേണ്ട. അതിന് ഒരുപാട് വഴികൾ അതല്ലാത്തതുണ്ട്. മറ്റുള്ളവരുടെ അനുഭവങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാവും. ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. അപ്പൊ ഒരിക്കലും തന്നെ ഈ ആലിഹത്തുകളൊന്നും അള്ളാഹുവിന്റെ നടപടിക്രമം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായിട്ട് ഓടിയെത്തുന്നില്ല. എന്നിട്ട് പോലും വൽഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ, എന്നിട്ട് പോലും അവര് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ ഉത്ബോധനം ഉൾക്കൊള്ളുന്നതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് പൊയ്ക്കളയുകയാണ്. തുടർന്ന് അള്ളാഹു പറയണം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിന, ഇനി നമ്മുടെ നടപടികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന, അവരെ തടയുന്ന വല്ല ആലിഹത്തും അവരോടൊപ്പം ഉണ്ടോ? അവര് പല ആലിഹത്തുകളുടെയും സഹായം തേടുന്ന ആളുകളാണല്ലോ. എന്നാ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും ആലിഹത്തുണ്ടോ നമ്മുടെ നടപടിയിൽ നിന്ന് നിങ്ങളെ തടയാൻ, ആ നടപടികൾ നിങ്ങളെ ബാധിക്കാതിരിക്കുന്ന വിധത്തില് ഇടപെടാൻ കഴിയുന്ന വല്ല ആലിഹത്തും നിങ്ങളോടൊപ്പം ഉണ്ടോ? അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിന, മനുഷ്യന് ഈ ആലിഹത്ത് എന്ന സ്ഥാനത്ത് ആധുനിക കാലഘട്ടത്തില് പല പുതിയ സംഗതികളെയും പ്രതിഷ്ഠിച്ച് കാണും. ചിലർക്ക് അത് ശാസ്ത്രമാണ്, വേറെ ചിലർക്ക് രാഷ്ട്രീയ സംവിധാനങ്ങളാണ്, ഭരണകൂടമാണ്, അധികാരികള് ഒരുക്കിയിട്ടുള്ള പല സംവിധാനങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ തങ്ങളെ സംരക്ഷിക്കും എന്ന വ്യാജമായ, വ്യർത്ഥമായ ധാരണയിലാണ് അത്തരം ആളുകൾ കഴിയുന്നുണ്ടാവുക. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പ്രകൃതി ദുരന്തങ്ങള്, പ്രളയം, അതുപോലെ ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാവല്, സുനാമി, ഭൂമി കുലുക്കം, അങ്ങനെ ധാരാളം വിഷയങ്ങൾ നമ്മളുടെ മുന്നിൽ കടന്നു വരാറുണ്ട്. മനുഷ്യൻ ഒരുക്കി വെച്ചിട്ടുള്ള സകല സംവിധാനങ്ങളും തകർന്നടിയുന്ന, അതിനൊന്നും യാതൊരു നിലക്കും മനുഷ്യനെ സഹായിക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങൾ. സമീപകാലത്ത് നമ്മൾ നിരന്തരം വേട്ടയാടപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുള്ളത് ആരോഗ്യരംഗത്താണ്. രോഗങ്ങള്, പകർച്ചവ്യാധി, അതുപോലെ കൂട്ടവിനാശത്തിന് കാരണമാകുന്ന തരത്തിലുള്ള എപ്പിഡമിക്കുകൾ, ഇതൊക്കെ സമീപകാലത്ത് നിരന്തരം മനുഷ്യ സമൂഹം നേരിട്ടിട്ടുള്ള വിഷയങ്ങളിൽ പെട്ടതാണ്. മനുഷ്യന്റെ സകല സംവിധാനങ്ങളും, ഭരണകൂടവും അതിന്റെ സംവിധാനങ്ങളും, ലോകാരോഗ്യ സംവിധാനങ്ങള്, അതുപോലെ ലോക രാഷ്ട്രങ്ങളുടെ സംഘടിത സംവിധാനം, ഇതൊക്കെ തന്നെ ഒരു നിലക്കും പ്രവർത്തനക്ഷമമല്ലാതെയായി നിഷ്പ്രഭമായി നിശ്ചലമായി പോയ സാഹചര്യങ്ങൾ നമ്മൾ പിന്നിട്ട വർഷങ്ങളിൽ കാണുകയുണ്ടായിട്ടുണ്ട്. ഭരണകൂടങ്ങൾ നമ്മുടെ കേരളത്തിൽ പോലും വളരെ നിശ്ചലമായി പോയ, നിഷ്ക്രിയമാവേണ്ടി വന്ന, ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായതയിൽ ചെന്ന് മുട്ടി നിൽക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ പിന്നിട്ട വർഷങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പലപ്പോഴും ആലിഹത്തായിട്ട് ഇങ്ങനെ തലയിലേറ്റുന്നുണ്ട്. അതിനെ പലതും, ഇത്തരം സംവിധാനങ്ങൾ, അതൊന്നും വേണ്ടാന്ന് പറയല്ല. പക്ഷെ അതൊന്നും ദൈവികമായ വിധിക്കോ ദൈവികമായ ഇച്ഛകൾക്കോ അതീതമായ കാര്യമല്ല എന്ന തിരിച്ചറിവ് മനുഷ്യന് നഷ്ടപ്പെട്ടുകൂടാ. ശാസ്ത്രം നമ്മളെ സംരക്ഷിക്കും, ഭരണകൂടങ്ങൾ നമ്മളെ സംരക്ഷിക്കും, രാഷ്ട്രീയ സംഘടനകൾ നമ്മളെ സംരക്ഷിക്കും എന്നൊക്കെ സങ്കല്പിക്കുന്ന ആ വിധത്തിലുള്ള മൂഢമായ ധാരണകളിൽ കഴിയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവയൊക്കെ ദൈവത്തെക്കാൾ പ്രാധാന്യമുള്ളതായി കണ്ടുകൊണ്ട് പ്രതികരിക്കുകയോ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിന, നമ്മിൽ നിന്ന്, നമ്മളുടെ നടപടിക്രമങ്ങളിൽ നിന്ന് ഇവരെ തടയുന്ന വല്ല ആലിഹത്തും ഇവരോടൊപ്പം ഉണ്ടോ?
അള്ളാഹുവിന്റെ ഒരു നടപടി, അള്ളാഹു നിശ്ചയിച്ച പ്രകാരം ഒരു സംഗതി സംജാതമാകുമ്പോൾ അത് ഇവരെ ബാധിക്കാത്ത വിധത്തിൽ അവരെ സംരക്ഷിക്കുന്ന ആ നടപടി അവരുടെ കാര്യത്തിൽ തടഞ്ഞു നിർത്തുന്ന വല്ല ആലിഹത്തും ഇവരുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദ്യം. ഇത് പൗരാണികരായ അറബികളെ, ബഹുദൈവ വിശ്വാസികളായ അറബികളുടെ കാര്യത്തിലും ആധുനികരായ ദൈവ നിഷേധികളായ പലരുടെയും കാര്യത്തിലൊക്കെ ഈ ചോദ്യം പ്രസക്താണ്. പലരും അങ്ങനെയുള്ള പല ഡോഗ്മാസ് അല്ലെങ്കിൽ പല സങ്കല്പങ്ങളുടെയും പുറകില് അത് അവർക്കുള്ള സംരക്ഷണം തീർക്കുന്നതാണ് എന്ന ധാരണയിൽ കഴിയുന്നവരാണ്. ഇപ്പോ ഇൻഷുറൻസ് ഒരു തരത്തിലുള്ള അങ്ങനെ നമ്മളുടെ പ്രതിസന്ധിയിൽ നമ്മളെ സഹായിക്കുമെന്നുള്ള കണക്കുകൂട്ടലിൽ മനുഷ്യൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതുപോലെയുള്ള പല സംവിധാനങ്ങളും മനുഷ്യർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്കും ഇച്ഛക്കും വിധേയമായിട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നതാണ് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന, മനുഷ്യന് യാതൊരു വിധത്തിലുള്ള ഇടപെടലും സാധ്യമല്ലാത്ത ഒരു പകച്ചു നിന്നു പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും. അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിന. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നതിനെ റീപ്ലേസ് ചെയ്യാൻ ഉപകരിക്കുന്നതല്ല പൗരാണികരുടെ ഈ ആലിഹത്തുകൾ എന്ന് പറയുന്നതും ആധുനിക സമൂഹം വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള പല സംവിധാനങ്ങളും തന്നെ. ഇതൊന്നും തന്നെ അള്ളാഹുവിന്റെ മശീഅത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് തങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതാണ് എന്ന് അവർക്ക് വിചാരിക്കാൻ വയ്യ. ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം. എന്നിട്ട് അവർ അള്ളാഹു ഈ ആലിഹത്തുകളെ കുറിച്ച് എന്ന് പറയുന്നത് അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധിക്കുന്നില്ല. അതായിരിക്കും അവരുടെ അവസ്ഥ. ഇവർ സ്വീകരിച്ച ആലിഹത്തുകൾ എന്ന് പറയുന്നവര് അവർക്ക് അവരെ തന്നെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. നമ്മൾ കണ്ടതാണല്ലോ, ഭരണകൂടങ്ങള് നിന്ന നിപ്പില് വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ പിന്നിട്ട വർഷങ്ങളിൽ കണ്ടതാണ്. മനുഷ്യരുടെ പ്രതിസന്ധികളിൽ അവരെ പിന്തുണക്കാനും സഹായിക്കാനും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഭരണകൂടങ്ങൾ, അതുപോലെ ഉള്ള സംവിധാനങ്ങൾ ഇപ്പൊ വൈദ്യശാസ്ത്ര രംഗത്ത് നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ്. ചികിത്സക്ക് വേണ്ടിയും സേവനത്തിനു വേണ്ടിയൊക്കെ രംഗത്തുണ്ടായിരുന്ന ഡോക്ടർമാരും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ ആയിട്ടുള്ള എത്രയോ ആളുകൾ ആ ചികിത്സ ഘട്ടത്തിൽ തന്നെ മറ്റുള്ളവരെ പരിചരിക്കുന്നതിനും ചികിത്സിക്കുന്നതിനിടയിൽ അവര് മരിച്ചു വീഴുകയാണ്. എത്രയോ പേര് അങ്ങനെ ഉണ്ടായി. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ആലിഹത്തുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് മനുഷ്യസാധ്യമായ എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടല്ലാതെ നമ്മൾ ആരുടെയും സംരക്ഷണത്തിന്റെയോ സഹായത്തിന്റെയോ കാര്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കരുത് എന്ന് തന്നെയാണ് അള്ളാഹുവോട് പഠിപ്പിക്കുന്ന കാര്യം. അത് ആലിഹത്തുകളായി പൗരാണികരായ അറബികള് തലയിലേറ്റിയിരുന്ന അവരുടെ വിഗ്രഹങ്ങളും ആൾദൈവങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അവ നിഷ്പ്രയോജനകരമാണ് എന്നത് മാത്രമല്ല, ആധുനികരായ പലരും വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവര് സ്വീകരിക്കുന്ന പല സംഗതികളും ഇതൊക്കെ തന്നെ അവരെ വിചാരം, അവരുടെ പലരുടെയും വിചാരം ഈ അള്ളാഹുവിന്റെ സഹായത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല, ആധുനിക വൈദ്യശാസ്ത്രം ഞങ്ങൾക്കുണ്ട്, ശാസ്ത്രമുണ്ട്, അതുപോലെ ഭരണകൂട സംവിധാനങ്ങളുണ്ട്, അതൊക്കെ തന്നെ ധാരാളം മതി എന്നൊക്കെ കരുതുന്ന ചില മടയന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. അവർ യഥാർത്ഥത്തിൽ ഈ പൗരാണികരെ ആലിഹത്തുകൾ സ്വീകരിച്ച പോലെ ഈ കാലഘട്ടത്തിൽ വേറെ ചില ആലിഹത്തുകളെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ അള്ളാഹു പറയുന്നത് അവരുടെ കാര്യത്തിൽ ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം, അവർക്ക് അവരുടെ തന്നെ സംരക്ഷണം, സഹായം സാധ്യമല്ല. ഈ ഭരണകൂടങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ആലിഹത്തിനോ ഈ സംവിധാനങ്ങൾക്കോ ഒന്നും തങ്ങളെ തന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവും. മാത്രവുമല്ല വലാഹും മിന്നാ യുഹ്ബൂൻ, നമ്മുടെ
പിന്തുണയും അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല. നമ്മുടെ സുഹബത്ത് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുമില്ല. നമ്മുടെ പിൻബലമുണ്ട്, അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും അവർക്ക് ലഭിക്കും എന്നൊരു കാര്യം പ്രതീക്ഷിക്കാനും അവർക്ക് അവസരമില്ല. കാരണം അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരും അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞവരും പലപ്പോഴും ധിക്കാരപൂർവ്വം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അള്ളാഹുവിന്റെ സഹായം വേണ്ട എന്നൊക്കെ പറയുന്നവരൊക്കെ ആയിട്ട് ജീവിച്ചവരായിരുന്നു എന്നതുമാണ് വസ്തുത. അപ്പൊ വലാഹും മിന്നാ യസ്ഹബൂൻ, അവര് പിന്തുണ നമ്മുടെ പക്കൽ നിന്നുള്ള പിന്തുണ നൽകപ്പെടുന്നവരും ആയിരിക്കുകയില്ല. അതാണ് അവരുടെ ആ ഘട്ടത്തിലെ അവസ്ഥ. യുസ്ഹബൂൻ എന്ന് പറഞ്ഞത് ഈ സുഹബത്ത്, സാഹിബ് എന്നൊക്കെയുള്ള വാക്കുകളുമായിട്ട് ബന്ധമുള്ള ഒരു പദമാണ്. അസ്ഹാബ് എന്ന വാക്കുകളൊക്കെ വരുന്ന എന്നാണ്. സാന്നിധ്യം നൽകിക്കൊണ്ട് ഒരാളുടെ പിന്തുണയായി നിലകൊള്ളുക എന്നാണ് അതിന്റെ സൂചന. അപ്പൊ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സുഹബത്ത്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സഹായമോ പിന്തുണയോ അവർക്ക് ലഭിക്കുന്നുമില്ല. അങ്ങനെ ഈ ആലിഹത്തുകൾ അവരുടെ സഹായത്തിന് ഓടിയെത്തുന്നില്ല. എന്നല്ല, ആലിഹത്തുകൾക്ക് സ്വന്തം കാര്യം നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കും. പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയോ സഹായമോ അവർക്ക് ലഭിക്കുന്നുമില്ല. ഇതാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയ 2 ആയത്തുകൾ, 42, 43. അതിന്റെ ചർച്ച ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം തുടർന്നുള്ള ആയത്തുകളിൽ അതിന്റെ പ്രതിപാദ്യം തുടരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ആയത്തുകൾ കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ചോദ്യം നേരത്തെ അയച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നത്, സയ്യിദ് തങ്ങളാണത് ഉന്നയിച്ചിട്ടുള്ളത്. അത് സംബന്ധമായി ഒരു പ്രതികരണം നൽകാമെന്ന് വിചാരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. മലക്കുകൾ, പ്രവാചകന്മാർ, സ്വാലിഹുകൾ ഇവർക്കൊക്കെയും അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മഹ്ശറിൽ വെച്ച് ശുപാർശ ചെയ്യാൻ കഴിയുമെന്നാണ് സൂറത്തുൽ അംബിയയിലെ 26 മുതൽ 29 വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ മനസ്സിലായത്. എന്നാൽ എല്ലാവരും ഭയന്നു നിൽക്കുന്ന സമയത്ത് റസൂൽ കരീമിനെ മാത്രമേ ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുവദിക്കുകയുള്ളൂ എന്ന പൊതുധാരണയാണ് സലഫി ധാരയിലുള്ളവർക്കുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു? ഖുർആന്റെയും ഹദീസിന്റെയും നിലപാടുകൾ എന്താണ് എന്നാണ്. ഞാനതിനെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിലുള്ളൊരു പഠനം നടത്തിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാം. എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ മലക്കുകളുടെയും അതുപോലെ പ്രവാചകന്മാരുടെയും ഒക്കെ ശുപാർശയുടെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. മലക്കുകള് ശുപാർശ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അനുമതി ഉള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രം. അള്ളാഹു ആർക്കു വേണ്ടിയാണോ അനുമതി നൽകുന്നത് അവർക്ക് വേണ്ടി മാത്രമേ മലക്കുകളുടെ ശുപാർശ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ സൂറത്തുൽ അംബിയയിൽ വായിച്ച ആയത്തില് നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകള് പ്രവാചകന്മാരുടെയും സാലിഹുകളുടെയും അതുപോലെ ശുഹദാകളുടെയും അതുപോലെ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ മക്കളുടെയൊക്കെ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഇടപെടലുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതില് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്, ശഫാഅത്തിന്റെ അവസരം ഉണ്ടാകുമ്പോൾ എല്ലാ പ്രവാചകന്മാരും അവരെ സമീപിക്കുന്ന ഘട്ടത്തില് തങ്ങൾ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്നയാളെ സമീപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചുവിടുമെന്ന് വ്യക്തമാക്കുന്ന വിശദമായ ഹദീസുകളൊക്കെ കാണാം. അത് പ്രവാചകന്മാരുടെ കാര്യത്തില് അവസാനം ആ നടപടിക്ക് വേണ്ടി, പ്രത്യേകിച്ച് മഹ്ശറില് അള്ളാഹുവിന്റെ വിചാരണ എളുപ്പമാക്കുന്നതിന്, വേഗത്തില് ആ നടപടികൾ നിർവഹിക്കപ്പെടുന്നതിനൊക്കെ വേണ്ടി അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അർശില് സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ആ ആവശ്യം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം ഹദീസുകളിൽ പറയുന്നത് നമുക്ക് കാണാം.
ഇവിടെ പ്രവാചകന്മാരുടെ കൂട്ടത്തില് ആ ഒരു സംഗതി നിർവഹിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഘട്ടത്തിൽ രംഗത്ത് വരുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു വളരെ പ്രതീകാത്മകമായ രീതിയിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ അർശില് സുജൂദ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അതുപോലെ ഈ ആളുകളുടെ അടുക്കലേക്ക്, ഈ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ഈ ആളുകളൊക്കെ വന്നെത്തുന്നത്, അങ്ങനെയൊക്കെയുള്ള സംഗതികള് നമുക്ക് മനസ്സിലാകുന്ന ഈ ഒരു ഭാഷയിൽ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ഇതില് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശഫാഅത്തിനുള്ള അനുമതി നൽകപ്പെട്ട കാര്യം നമ്മൾ വേറെയും സംഗതികളിൽ, ഇപ്പൊ വസീലത്തും ഫദീലത്തും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യമാണ്. അള്ളാഹുവെ നീ അത് നിന്റെ അന്ത്യപ്രവാചകന് ആ വസീലത്തും ഫദീലത്തും നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ ആദരിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥനകളിൽ പറയുന്നത് അതിന്റെ ഭാഗമാണ്. അപ്പോ പ്രവാചകന്മാരുടെ കൂട്ടത്തില് ആ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കല് ഇടപെട്ട് മനുഷ്യർക്ക് വേണ്ടി ഇടപെട്ട് സംസാരിക്കാനുള്ള അനുമതി അള്ളാഹു നൽകുന്നത് അവസാന പ്രവാചകൻ, അന്ത്യപ്രവാചകനാണ് എന്നതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതിന്റെ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള തലത്തിൽ മനസ്സിലാക്കി വെക്കുക എന്നതല്ലാതെ അതിന്റെ വിശദാംശങ്ങള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതിന് യാതൊരു വകുപ്പുമില്ല, യാതൊരു സാധ്യതയില്ല. അത് പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. അത് അതേ വിധത്തിൽ മനസ്സിലാക്കി വെക്കുന്നതിലെ നമുക്ക് അതിനുള്ള ഒരു സാധ്യതയെ നമുക്ക് നിലനിൽക്കുന്നുള്ളൂ. ഈ മലക്കുകളുടെ ശുപാർശ എന്ന് പറയുന്നത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, പ്രവാചകന്മാരുടെയോ അതുപോലെ സാലിഹുകളുടെയോ ഒക്കെ ശുപാർശകളെ പോലെയുള്ള ഒരു സംഗതിയല്ല. മലക്കുകൾക്ക് ഉള്ള ശുപാർശക്കുള്ള അവസരം അത് വിനിയോഗിക്കപ്പെടുന്നത് ഈ പ്രവാചകന്മാരുടെ ശുപാർശ നിർവഹിക്കപ്പെടുന്നതിനൊരു ക്ലാഷ് വരുന്ന വിധത്തിലുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വേറെ തന്നെ മലക്കുകൾക്ക്, മനുഷ്യർക്ക് വേണ്ടി മലക്കുകൾ ശുപാർശ ചെയ്യാൻ മുതിരുന്ന സംഗതിയും അള്ളാഹു അനുവദിക്കുമ്പോൾ അവർക്കത് ചെയ്യാൻ സാധിക്കുന്ന കാര്യമൊക്കെയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അത് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പലർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവസാനം അന്ത്യപ്രവാചകൻ നിർവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മലക്കുകൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്ന സൂചനയൊന്നും എവിടെയും ഇല്ല. അതുപോലെ ഈ സാലിഹുകളുടെയും ശുഹദാഇന്റെയും അതുപോലെ ഈ മരിച്ചുപോയ മക്കളുടേതും ഒക്കെ ഇത് വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവായിട്ട് മനുഷ്യരാശി നേരിടുന്ന ആ ഘട്ടത്തിലെ ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥ, ആ അവസ്ഥയിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനായിട്ട് യാചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തിൽ ഇടപെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യും എന്നതാണ് ഹദീസുകൾ വ്യക്തമാക്കുന്ന കാര്യം. അപ്പൊ ഇത് പരസ്പരം ഒരു ക്ലാഷ് ഉള്ള ഒരു ഒന്നൊന്നിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംഗതിയായിട്ടല്ല എനിക്ക് മനസ്സിലാവുന്നത്. ഒരു ഫദീലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഇതര പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള ഫദീലത്തല്ല, അതിന് ഉപരിയായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ട് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിശിഷ്ടതയും ഒരു ശ്രേഷ്ഠതയും ഒക്കെ അത് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള സാധ്യതകൾ ഇല്ലാതെ ആവും എന്നല്ല. പിന്നെ ശഫാഅത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശഫാഅത്തിന് അർഹതയുള്ളവർക്കൊക്കെ തന്നെ ശഫാഅത്ത് നിർവഹിക്കപ്പെടും എന്നതാണ്. ശഫാഅത്ത് എന്നത് ഒരാളുടെ ഒരു സാൽവേഷന് ഒരു നിബന്ധനയായിട്ടുള്ള ഒരു കാര്യമല്ല. അർഹതയുള്ള എല്ലാവർക്കും ശഫാഅത്തിന്റെ ഫലം തീർച്ചയായിട്ടും ലഭിക്കും. അർഹതയില്ലാത്തവർക്ക് അത് ലഭിക്കുകയുമില്ല എന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട്. ഒരു ബോണ്ടിങ്ങിന്റെ ഒരു പ്രശ്നം, ഒരു വിഷയമായിട്ടാണ് എനിക്ക് ഈ ശഫാഅത്തിനെ കാണാൻ പറ്റിയിട്ടുള്ളത്.
അത് മനുഷ്യ സമൂഹം ഏതൊരു സമൂഹത്തിലേക്കാണോ ഓരോ പ്രവാചകനും നിയോഗിച്ച് അയക്കപ്പെട്ടിട്ടുള്ളത്, ആ സമൂഹത്തിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്റെ ഉമ്മത്ത്, ആ ഉമ്മത്തിന് ഒരു ഇമോഷണലായ അതുപോലെ വിശ്വാസ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു ബോണ്ടിങ് ആ ഉണ്ടാകണം. ആ ഒരു ബോണ്ടിങ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഷഫാഴത്ത് എന്ന സംഗതി. അതിന്റെ അന്തരാർത്ഥങ്ങൾ, അതിന്റെ വ്യാപ്തി, അതിന്റെ ആഴം, അതിന്റെ വളരെ വിശദമായ സാധ്യതകള്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വെളിപ്പെടുത്തല് നൽകപ്പെട്ടിട്ടില്ല. നമുക്കറിയില്ല. അത് നമുക്ക് അതിന്റെ ഒരു ഏകദേശ ചിത്രം മനസ്സിലാക്കി വെക്കുക എന്നതിനപ്പുറത്തേക്ക് അതിന്റെ വിശദാംശങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് ഏതെങ്കിലും നിലക്കുള്ള റിസൾട്ട് നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കി വെച്ച പൊതുവായ ഒരു കാര്യം ഇതാണ്. അത് മാതാപിതാക്കളോട് കുട്ടികൾക്ക് സന്താനങ്ങൾക്ക് ഒരു ബോണ്ടിങ്, അത് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഈ മനുഷ്യരുടെ ഇടയിലുള്ള സാമൂഹ്യ ബന്ധങ്ങളുടെ തന്നെ വളരെ അടിത്തറയായിട്ട് വർത്തിക്കുന്ന ഒരു സംഗതിയാണ് ഈ ബോണ്ടിങ് എന്നുള്ളത്. ഇപ്പൊ മൃഗങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംഗതി കാണാൻ കഴിയില്ലല്ലോ, ഈ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ജന്മം നൽകിയ ഈ തള്ളമൃഗം, അമ്മ ഏത് മൃഗമാണോ അതിനോട് മക്കൾക്ക് ഒരു പീരീഡ് കഴിഞ്ഞാല് അങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിന്റെ യാതൊരു സൂചനയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുറച്ചു കഴിഞ്ഞാൽ ആ ബോണ്ടിങ് ഇല്ലാണ്ടാവുകയാണ്. വേറെ എല്ലാ മൃഗങ്ങളും ആ സ്പീഷീസിൽപ്പെട്ട എല്ലാ മൃഗങ്ങളെയും അവർക്ക് ഒരുപോലെയാണ് തോന്നുന്നത്. അവര് അത്തരം അവരുടെ പലപ്പോഴും മാതാപിതാക്കളുമായിട്ട് പോലും ഇണചേരുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒക്കെ ഒരവസ്ഥ മൃഗങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. അതല്ലാത്ത വൈകാരികമായ ഈ പാരന്റ്സ് എന്നുള്ള നിലക്കുള്ള ഒരു ബോണ്ടിങ് അവിടെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ മനുഷ്യർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യഘട്ടം മുതൽ ഇന്ന് വരെ തന്നെ അത് അള്ളാഹുവില് വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഇടയിൽ ഇങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബോണ്ടിങ് ആണ് മനുഷ്യ സമൂഹത്തിന്റെ ഒരു കെട്ടുറപ്പുണ്ടാക്കുന്ന ഒരു ഘടകം. അതേപോലെ വിശ്വാസി സമൂഹത്തിലെ ആളുകൾക്ക് അവരുടെ ദൂതനോട്, പ്രവാചകന്മാരോട്, അവരിലെ ഇങ്ങനെ മരിച്ചു പോകുന്ന ഇത്തരം സ്വാലിഹുകളുടെയും ശുഹദാകളുടെയും ഒക്കെ കാര്യത്തിൽ, അതുപോലെ ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുന്ന കുട്ടികളോട് ഇങ്ങനെയുള്ള ഒരു ബോണ്ടിങ്, അതിന്റെ ഒരു രീതിയിലാണ് നമുക്ക് ശഫാഅത്ത് പ്രവർത്തനക്ഷമമായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും അത് സംബന്ധമായിട്ട് നൽകപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലുകള് ഞാൻ അതിന് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഇമോഷണൽ ബോണ്ടിങ്ങിന്റെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ചില കാര്യങ്ങള് നമുക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അള്ളാഹു ആലം. എന്നാലും ഇത് ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്തിന് ഉള്ള പദവിയും സ്ഥാനവും ഒക്കെ നൽകപ്പെട്ടു എന്നത് ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യത്തിലുമുള്ള ഷഫാഅത്ത് നിർവീര്യമാക്കപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത് ഒരു പ്രത്യേക കാര്യത്തില് നൽകപ്പെട്ടിട്ടുള്ള ഒരു ശ്രേഷ്ഠതയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മലക്കുകളുടെ ഷഫാഅത്തിന്റെ സാധ്യത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ഷഫാഅത്തിന്റെ ആ പദവി കാരണമായിട്ട് ഇല്ലാതെയാകുന്നു എന്നും സങ്കല്പിക്കാൻ യാതൊരു തെളിവും നമുക്ക് ലഭ്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഖുർആനിൽ ഏതായാലും അത്തരം സൂചനകളില്ല. ഹദീസുകളിലും ഈ മലക്കുകളുടെ, അള്ളാഹുവുമായിട്ട് സാമീപ്യമുള്ള മലക്കുകളുടെ ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം അതുകൊണ്ട് ഇല്ലാതാവുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു ആലം. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.